അപ്പോൾ നമ്മൾ ഇന്നലെ ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്ത ഒരു കോഡാണ്. അതായത് ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊരു ഔട്ട്പുട്ട് ഇൻഡിൽ കിട്ടുകയും ചെയ്തത് നമ്മുടെ മോണിറ്ററിലേക്ക് പ്രിൻറ്റ് ചെയ്ത് വരികയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആക്ച്വലി നോക്കാൻ പോകുന്നത് ഈ ഒരു കോഡ് അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകും. അതായത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ അവസാനമാകുമ്പോഴത്തേക്കും എങ്ങനെ ഒരു സി പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ എന്താണ് ഒരു സി പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവും. കാര്യം ഈ ഒരു ഐഡിയയുടെ ബേസിസിലാണ് നമ്മൾ മുന്നോട്ടുള്ള എന്താണ് വേരിയബിൾസ് അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോഗ്രാംസ് എഴുതാൻ പറ്റുള്ളൂ, റൈറ്റ്. അപ്പോൾ നമുക്കിതിന് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്തോട്ടെ, ഇപ്പോൾ സി ആയിക്കോട്ടെ അല്ലെങ്കിൽ ജാവ ആയിക്കോട്ടെ അല്ലെങ്കിൽ പൈത്തൺ ആയിക്കോട്ടെ, നമ്മളിവിടെ പഠിക്കുന്നത് സി ആണ്. ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണം? ഈ ഓരോ ഇൻസ്ട്രക്ഷനും ലൈൻ ബൈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതായത് റൺ ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും, അടുത്ത മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട്. അപ്പോൾ ഇങ്ങനെ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷനാണ് എന്തെന്ന് പറയുന്നത്? റണ്ണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാം അത് ഏത് ലാംഗ്വേജിൽ എഴുതിക്കോട്ടെ, ആക്ച്വലി അത് റണ്ണ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൻ്റെ അകത്തൊരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടാക്കുകയും ആ മെയിൻ ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ് ആക്ച്വലി റണ്ണ് ചെയ്യുന്ന സമയത്ത് നടക്കുന്നത്. അപ്പോൾ ആ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ എന്ത് കോഡാണ് എഴുതുന്നത്, ആ കോഡായിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു ലൈൻ ബൈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിയിലായാലും ജാവയിലായാലും പൈത്തണിലാണെങ്കിലും മെയിൻ ഫംഗ്ഷൻ എന്തൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടോ അതിലെല്ലാത്തിലും എന്തുണ്ടാവും? ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. കാര്യം ആ മെയിൻ ഫംഗ്ഷൻ്റെ അകത്തുള്ള കോഡായിരിക്കും റണ്ണ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, റൺ ചെയ്യുന്ന സമയത്ത് മെയിൻ ഫംഗ്ഷൻ്റെ അകത്തുള്ള കോഡായിരിക്കും ആക്ച്വലി എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാമിൽ മെയിൻ ഫംഗ്ഷൻ ഉള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റാം. അപ്പം നമുക്ക് ഈ ഒരു മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് എന്താണ് ആക്ച്വലി ഉള്ളത്? പ്രിൻറ്റ് ഹലോ വേൾഡ് അല്ലേ. അപ്പോൾ പ്രിൻറ്റ് എഫ് ഹലോ വേൾഡ് ആണോ. അപ്പോൾ ഈ പ്രിൻ്റ് എഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രിൻ്റ് എഫിൻ്റെ അകത്ത് പ്രിൻ്റ് എഫ് കഴിഞ്ഞിട്ട് നമ്മളൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഹലോ വേൾഡ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എഴുതി, ഇപ്പോൾ ഞാനിപ്പോൾ ചുമ്മാ സി എന്ന് എഴുതിയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ആപ്പിൾ എന്ന് എഴുതിയിട്ട് അതിനെ ഞാൻ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആക്ച്വലി അതൊരു ഫങ്ഷനാണ്. ഫങ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് കുറേയധികം ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. ഒരു ഇൻസ്ട്രക്ഷൻ അല്ല, കുറേ അധികം ഒന്നിലേറെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക, ഈ പ്രിൻ്റ് എഫിൻ്റെ അകത്തേക്ക് ഞാൻ ഹലോ വേൾഡ് കൊടുത്തപ്പോഴാണല്ലോ അത് ഒരു ഔട്ട്പുട്ടിലേക്ക് പ്രിൻ്റ് ചെയ്ത് വന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാനൊരു വേർഡ് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? അത് ഔട്ട്പുട്ടിലേക്ക് പ്രിൻ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻ്റ് എഫിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മൾ ഔട്ട്പുട്ടിലേക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ സത്യം പറയുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ തന്നെ കോഡുകൾ എഴുതിയിട്ട് പ്രിൻ്റ് ചെയ്യുന്നത്. പക്ഷേ സി പ്രോഗ്രാമിൻ്റെ കേസ് അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിലാണെങ്കിലും ഇങ്ങനെ പ്രിൻ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ യൂസറിൻ്റെ ഒരു ഡേറ്റ മേടിക്കുന്നതും പോലുള്ള കാര്യങ്ങൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് എന്ത് ചെയ്യും, ആ ഒരു ലാംഗ്വേജിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ എഴുതി വെച്ച ഫംഗ്ഷനുകളെ യൂസ് ചെയ്താൽ മാത്രം മതി, അല്ലെങ്കിൽ ആ എഴുതി വെച്ചിട്ടുള്ള രീതികളെ നമ്മൾ എടുത്ത് യൂസ് ചെയ്താൽ മാത്രം മതി, റൈറ്റ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിൻ്റ് എഫ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ സ്കാൻ എഫ് പോലുള്ള, സ്കാൻ എഫ് ബേസിക്കലി യൂസ് ചെയ്യുന്നത് യൂസിൻ്റെ ഒരു ഡേറ്റ മേടിക്കാനാണ് കേട്ടോ. അങ്ങനെ പ്രിൻ്റ് എഫ് അല്ലെങ്കിൽ സ്കാൻ എഫ് പോലുള്ള കാര്യങ്ങൾ നമ്മുടെ സി പ്രോഗ്രാമിങ്ങിൽ ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചേക്കുന്ന ഫയലിൻ്റെ പേരാണ് stdio.h, അതായത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്. അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ. അങ്ങനെ stdio.h എന്ന് പറയുന്ന ഒരു ഫയലിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? എച്ച് എന്ന് പറഞ്ഞാൽ ഹെഡർ ഫയലാണ് കേട്ടോ, അതാണ് .h കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹെഡർ ഫയലിൽ പ്രിൻ്റ് എഫ് എന്താണെന്നും സ്കാൻ എഫ് എന്താണെന്നും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് ചുമ്മാ പ്രിൻ്റ് എഫ് വിളിക്കുകയാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിനെ അറിയോ എന്താണ് ഈ ഒരു പ്രിൻ്റ് എഫ് എന്നുള്ളത്? അറിയില്ല. അപ്പോൾ ഈ പ്രിൻ്റ് എഫ് എന്നുള്ളൊരു ഫംഗ്ഷനാണെന്നും പ്രിൻ്റ് എഫ് വിളിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു വേർഡ് കൊടുക്കുകയാണെങ്കിൽ അത് പ്രിൻ്റ് ചെയ്യണമെന്നും ഈ ഒരു ഹെഡർ ഫയലിൽ എഴുതി വെച്ചിട്ടുണ്ട്.
അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഹെഡർ ഫയൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രോഗ്രാമോട്ട് ലിങ്ക് ചെയ്യിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രോഗ്രാമിലോട്ട് ഈ ഹെഡർ ഫയലിനെ വിളിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രിൻ്റ് ഈ ഒരു മെയിൻ ഫംഗ്ഷനകത്തുള്ള പ്രിൻ്റ് അറിയാൻ പറ്റും ഇതിൻ്റെ അർത്ഥം ഇന്നതാണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഹെഡർ ഫയലിനെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി ഇൻക്ലൂഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം ഉപയോഗിക്കുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സാധനമുണ്ടല്ലോ, അതായത് പ്രിൻ്റ് സ്കാൻഫ് ഒക്കെ എഴുതി വെച്ചേക്കുന്ന stdio.h എന്ന് പറയുന്ന ഈ ഒരു ഹെഡർ ഫയലിനെ ബേസിക്കലി ഈ ഒരു പ്രോഗ്രാമിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇൻക്ലൂഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ഒരു പ്രിൻ്റ് വിളിക്കുമ്പോൾ എന്താ സംഭവിച്ചത്, ഇതിൻ്റെ അർത്ഥം ഇവിടെ ഉണ്ട്, അതായത് ഈ ഒരു പ്രോഗ്രാമിൽ എന്താണ് പ്രിൻ്റ് എന്ന് അറിയാം. എന്നാൽ ഇത് ഇൻക്ലൂഡ് ചെയ്തില്ല എങ്കിൽ എന്താ സംഭവിക്കുക, ഈ ഒരു സാധനം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തില്ല എങ്കിൽ ബേസിക്കലി അറിയില്ല പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണെന്ന്, അല്ലെങ്കിൽ പ്രിൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെന്നറിയാം, പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണ്, അത് എന്താ ചെയ്യേണ്ടതെന്ന് ഇതിനറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള അർത്ഥങ്ങളും കൂടി, അല്ലെങ്കിൽ അങ്ങനെ അർത്ഥങ്ങൾ എഴുതി വെച്ചേക്കണ ഹെഡർ ഫയൽ ഇതിൻ്റെ അകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഒരു പ്രിൻ്റ് വിളിക്കുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ എന്താണ് ശരിക്കും ചെയ്യേണ്ടതെന്നുള്ള. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു യൂസറിൻ്റെ ഇന്നൊരു ഡേറ്റ എടുക്കണം, അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്കാൻഫ് എന്നൊക്കെ പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, അത് നമ്മൾ വഴിയെ നമ്മൾ നോക്കും. അപ്പോൾ ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ള ഇൻപുട്ട് ചെയ്യുക, ഔട്ട്പുട്ട് ചെയ്യുക പോലുള്ള ഫങ്ഷൻസൊക്കെ നമ്മുടെ സി പ്രോഗ്രാമിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതൊരു stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയലിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്തതിൻ്റെയായിട്ടുണ്ട്. ഇമ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് ഫംഗ്ഷനാണോ വിളിക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണോ, ഇപ്പോൾ പ്രിൻറ്റ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് പ്രിൻ്റ് എന്ന് വിളിച്ചാൽ മാത്രം കാര്യം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ യൂസറിൻ്റെ നിന്ന് എടുക്കാനാണെങ്കിൽ സ്കാൻഎഫിനെ വിളിച്ചാൽ മതി, കാര്യം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേയധികം ഇതുപോലെയുള്ള കുറേയധികം മാത്തമാറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും നമ്മൾ വഴിയെ പഠിക്കും. അപ്പോൾ ഇതാണ് ശരിക്കും എന്ത് ചെയ്യുക, ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം അതിന് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻക്ലൂഡ്, അതുകൊണ്ടാണ് നമ്മൾ #include എന്ന് നമ്മൾ കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഈ ആംഗിൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ആയിരിക്കും നമ്മൾ ഏത് ഹെഡർ ഫയലാണോ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത് അത് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് വേറൊരു ഹെഡർ ഫയൽ ഇമ്പോർട്ട് ചെയ്യണമെങ്കിലോ അതിൻ്റെ മുകളിൽ ഞാൻ ഏത് ഹെഡർ ഫയലാണോ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അത് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ എന്താ ചെയ്തത്, മെയിൻ ഫംഗ്ഷൻ എഴുതി. ഇപ്പോൾ പിന്നെ ഇത് നിങ്ങൾ ജസ്റ്റ് ഇത് മാത്രം ആലോചിക്കുക, void എന്ന് പറഞ്ഞാൽ ഒരു empty, അതായത് ഈ ഒരു ഓരോ ഫംഗ്ഷനും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ റിട്ടേൺ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഒരു ഫംഗ്ഷൻ ഒരു വാല്യൂവിനെ ഹോൾഡ് ചെയ്യും. അപ്പം നമ്മുടെ ഈ മെയിൻ ഫംഗ്ഷൻ ഒന്നും ഹോൾഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു ടൈപ്പാണ് ഈ void എന്ന് പറയുന്നത്. അങ്ങനെ കുറേ ടൈപ്പുകളുണ്ട്, അത് നമുക്ക് വഴിയെ പഠിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ആലോചിച്ച് വെക്കുക, മെയിൻ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ്റെ മുന്നിൽ അത് എന്താണോ റിട്ടേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണോ ഹോൾഡ് ചെയ്യുന്നതെന്നുള്ള ഒരു ടൈപ്പ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ void എന്നാണ് തൽക്കാലം കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കതിൻ്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന സി പ്രോഗ്രാമിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്ന കാര്യം ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പേഴ്സണലിയോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ടുകൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ ഈ ഒരു സീരീസ് എൻഡ് ചെയ്യുന്നവരെ ആ ഗ്രൂപ്പ് ആക്റ്റീവ് ആയിരിക്കും. അതിന് ശേഷവും ഗ്രൂപ്പ് ആക്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് അതിലേക്ക് ഡൗട്ടുകൾ ചോദിക്കുകയും അതുപോലെ തന്നെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇത് നിങ്ങൾ ഒന്നും കൂടി അഥവാ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി വാച്ച് ചെയ്യുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഡൗട്ടുകൾ ചോദിക്കുക കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട്, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. റൈറ്റ്, അപ്പോൾ അടുത്ത വീഡിയോ തൊട്ട് നമുക്കിനിയിപ്പോൾ പ്രാക്ടിക്കലി നമുക്ക് ചെയ്ത് നോക്കാൻ കാര്യം നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് നമുക്കതിലേക്ക് പോകാം.